അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂമറിക് സിസ്റ്റം ആണല്ലേ പഠിച്ചത്. ഓക്കെ, ദയാനൂപ് ന്യൂ ആണ്. ഓക്കെ, ശ്രീനന്ദ പുതിയ കുട്ടിയാണ്. മധുവിത പുതിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഇങ്ങനെ മെസ്സേജസ് വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്തെങ്കിലും മെസ്സേജസ് ഞാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ എനിക്ക് എല്ലാ മെസ്സേജസും ഒരുപോലെ നോക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ആരും വിഷമിക്കേണ്ട, ഞാൻ എല്ലാവരുടെ മെസ്സേജസും കാണുന്നുണ്ട്. നിങ്ങൾ നല്ല പോലെ ആക്റ്റീവായിട്ട് കമന്റിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഓൾറെഡി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഈ മെസ്സേജേ ഉള്ളൂ, ചാറ്റ് ബോക്സേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതിൽ വേണം പറയാൻ ട്ടോ. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കണ്ടേ? അതിന് ഇത് ഈ ഒരു ചാറ്റ് ബോക്സ് തന്നെ നമുക്കുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ തന്നെ പറയണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഒക്കെ ഇതിലേ പറയാം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ചാറ്റിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. തിര ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പൊ കുറെ പേരുടെയൊക്കെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ലാസ്റ്റ് വന്ന ആൾക്കാരുടെ പേര് നോട്ട് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോ അതിന് ഞാൻ ഇടയിൽ പേരൊക്കെ നിങ്ങൾ ഇനി വീണ്ടും ഇടുമ്പോ ഞാൻ വീണ്ടും പേര് ചോദിക്കും. അപ്പൊ ആരും ഒന്നും ബുദ്ധിമുട്ട് വിചാരിക്കണ്ട. അതിനു മുന്നേ എന്റെ പേര് പറയാം. വൈശാഖി എന്നാണ് എന്റെ പേര്. അപ്പൊ പഴയ ആൾക്കാർക്ക് എന്റെ പേര് അറിയാം. അപ്പൊ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. വൈശാഖി എന്നാണ് എന്റെ പേര്. ഞാൻ നിങ്ങളുടെ മാത്സ് ടീച്ചറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമ്മള് നമ്പേഴ്സിനെ പറ്റിയാണ് അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ന്യൂമറിക് സിസ്റ്റം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ന്യൂമറിക് സിസ്റ്റത്തിൽ കടക്കുന്നതിന് മുന്നേ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ചു. യാസ്, ഗബ്രിയോ കൃഷിയോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ നമ്പേഴ്സിനെ പറ്റി പഠിച്ചു തുടങ്ങി. ഇപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് എന്തുട്ടാ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് അല്ലെ? റിയൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഭിന്നകങ്ങൾ, അഭിന്നകങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അത് നമ്മൾ ക്ലാസിഫിക്കേഷൻ മുഴുവനായിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പഠിച്ചു. യെസ്, അനിക, അനാമിക, എല്ലാവർക്കും വെൽക്കം. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഡിവിഷൻ ഒക്കെ പഠിച്ചു. ഡിവിഷൻ എത്തിയപ്പോൾ നമ്മൾ കുറെ ടേംസും പഠിച്ചു അല്ലെ? ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. ഡിവിഡൻഡ്, അതായത് നമ്മൾ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് ഡിവിഡൻഡ്. പിന്നെ ഡിവൈസർ, ഏത് നമ്പർ കൊണ്ടാണോ ചെയ്യുന്നത് അത് ഡിവൈസർ. പിന്നെ റിമൈൻഡർ, ശേഷം. പിന്നെ ക്വോഷ്യന്റ്, അതായത് ഭാഗഫലം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിവിഷന്റെ കേസസിൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിവിഷന്റെ കുറെ പ്രോബ്ലംസും ചെയ്തു അല്ലേ? ഡിവിഷന്റെ കുറെ പ്രോബ്ലംസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കും കൂടി ചേർത്തിട്ട് ഞാൻ ഡിവിഷന്റെ എല്ലാ ക്ലാസ്സസും എല്ലാം കൂടി ചേർത്ത് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും നോട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗൂഗിൾ മീറ്റിൽ അല്ലേ? ഞാൻ ഒരു തവണ അത് എന്തായാലും ഗൂഗിൾ മീറ്റിലോ സൂമിലോ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അത് പരിഗണിക്കുന്നുണ്ട് കേട്ടോ. ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള രീതിയിൽ നമുക്ക് ക്ലാസ് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, സോ നമ്മൾ എന്നിട്ട് അതിനുശേഷം നമ്മൾ റിമൈൻഡർ വരുന്ന രീതിയിലുള്ള ഡിവിഷൻസും ചെയ്യാൻ പഠിച്ചു. റിമൈൻഡർ ഇല്ലാത്ത ഡിവിഷൻസും ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ ഇതിലേക്കാണ് കടന്നത്? ന്യൂമറിക് സിസ്റ്റത്തിലേക്കാണ് കടന്നത് അല്ലേ? യെസ്, ഹൃദിക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വെൽക്കം. ന്യൂമറിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു. ന്യൂമറിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നിട്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ന്യൂമറിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? എന്താ പഠിച്ചത്? അത് കുറെ നിയമങ്ങളും, ഒരു നമ്പറിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെയൊക്കെ കാണിക്കാം, എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ള കുറെ നിയമങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്നത്. ആ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്പേഴ്സിനെ നെയിം ചെയ്യാനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? നമ്മളപ്പോ 3 ഡിജിറ്റ്സിനെ എങ്ങനെ നെയിം ചെയ്യാന്ന് പഠിച്ചു, 4 ഡിജിറ്റ്സ് പഠിച്ചു, 5 ഡിജിറ്റ്സ് പഠിച്ചു. പിന്നെ നമ്മൾ 6 ഡിജിറ്റ്സും കൂടി ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ നമ്മൾക്ക് നമ്മുടെ PPTC കൂടെ ജസ്റ്റ് ഒന്ന് എല്ലാത്തിലും കൂടെ ഒന്ന് പെട്ടെന്ന് പോവാം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, ഹോൾ നമ്പേഴ്സ്, പൂർണ്ണസംഖ്യകൾ ഇന്റിജേഴ്സ്, ഭിന്നകങ്ങൾ റേഷണൽ നമ്പേഴ്സ്, അഭിന്നകങ്ങൾ ഇറേഷണൽ. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇതിന്റെ ഒക്കെ എന്ത് പഠിച്ചു? എക്സാമ്പിൾസും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പഠിച്ചു. അഡീഷന്റെ കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. 3 ഡിജിറ്റ്സ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ സബ്സ്ട്രാക്ഷനിലേക്ക് കടന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തത്? സബ്സ്ട്രാക്ഷനിൽ 3 ഡിജിറ്റ്സ് പഠിച്ചു. ദെൻ
മൾട്ടിപ്ലിക്കേഷനിലേക്ക് കടന്നു അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ഡിജിറ്റ്സിനെ 1 ഡിജിറ്റ് വെച്ച് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പഠിച്ചു. ഡിവിഷൻ പഠിച്ചു, ഇതിന്റെ ഓരോരോ ടേമുകൾ പഠിച്ചു. ദെൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിച്ചു. 2 ഡിവിഷൻ എക്സാമ്പിൾസ് അല്ലെങ്കിൽ വർക്ക്ഷീറ്റ്സ് ചെയ്തു. ദെൻ ന്യൂമറിക് സിസ്റ്റത്തിലേക്ക് കടന്നു. ഒരു സംഖ്യേനെ എങ്ങനെ പ്രതിനിധീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് കാണിക്കുന്ന നിയമങ്ങൾ അടങ്ങുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ സമുച്ചയമാണ് ന്യൂമറിക് സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. അത് 2 തരത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഇന്ത്യനും ഇന്റർനാഷണലും. ഓക്കെ, നോട്ട് കിട്ടാത്തത് പുതിയ ആൾക്കാർക്കായിരിക്കും അല്ലെ. നോട്ട് കിട്ടാത്തത് ഇന്നിപ്പോ ഫസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്കാർക്കായിരിക്കും നോട്ട് കിട്ടാത്തത്. അത് കുഴപ്പമില്ല. ഞാൻ ഓരോ വട്ടവും നോട്ട് പുതിയതായിട്ട് ഇടുമ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് തൊട്ട് ഇന്നത്തെ ക്ലാസ് വരെ ഒരുമിച്ചിടുക. അപ്പൊ നിങ്ങൾക്ക് ഒരു നോട്ടും മിസ് ആവില്ല കേട്ടോ. ഫസ്റ്റത്തെ ക്ലാസ് തൊട്ട് ഇന്നത്തെ തീരുന്നത് വരെയുള്ള നോട്ട് നമുക്ക് ഈ ഒരാഴ്ച മൺഡേയോ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് ഒന്നും മിസ് ആവില്ല കേട്ടോ. അതെ, ഇന്ന് നമ്മൾ ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ പഠിക്കാന്നാണ് പറഞ്ഞിരുന്നത്. അതെ, കറക്റ്റ് ആണ്, ശ്രീനന്ദ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഗൂഗിൾ മീറ്റിൽ അടുത്ത ആഴ്ച അല്ലെ നമുക്ക് എന്തായാലും അതിനുള്ള വഴി ഉണ്ടാക്കാം. ഓക്കെ, സോ നമ്മൾ ന്യൂമറിക് സിസ്റ്റത്തിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ന്യൂമറിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ ഇതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇന്ത്യൻ ആണ് നമ്മൾ പഠിച്ചത്. ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. എങ്ങനെയാ നെയിം ചെയ്യാന്ന് പഠിച്ചത്? ഒരു 3 ഡിജിറ്റ്സ് നമ്പറിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്? 4 ഡിജിറ്റ്സ് നമ്പറിനെ അപ്പൊ എങ്ങനെയായിരിക്കും നെയിം ചെയ്യുന്നത്? 5 ഡിജിറ്റ്സ് ആവുമ്പോൾ എങ്ങനെയായിരിക്കും നെയിം ചെയ്യുന്നത്? 6 ഡിജിറ്റ്സ്. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഞാനിപ്പോ PPTs നോക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ മെസ്സേജസ് പെട്ടെന്ന് ശ്രദ്ധിച്ചു പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ ഒന്നും കൂടി പറഞ്ഞോളൂ കേട്ടോ. ഞാൻ PPTസിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇവിടേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വരില്ല, അതുകൊണ്ടാണേ. ഓക്കെ, അപ്പൊ നമ്മള് നമ്പർ ചെയ്യണ ഒരു നമ്പറിനെ വേർഡിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ആ നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. 3 ഡിജിറ്റ് ആണോ അല്ലെങ്കിൽ 4 അക്ക സംഖ്യയാണോ 5 അക്ക സംഖ്യയാണോ, അങ്ങനെ നമ്മൾ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഈ ഡിജിറ്റ്സിനൊക്കെ ഏതാണ് സ്ഥാനം എന്ന് നമ്മൾ നോക്കണം. 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? അതിന് വൺസ് എന്ന് പറയുന്ന സ്ഥാനമുണ്ട്, അത് ഒറ്റ എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. ഇനി 10 ടെൻസ് എന്ന് പറയുന്ന സ്ഥാനമുണ്ട്, 100 ഹൺഡ്രഡ്സ് എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. അപ്പൊ 3 അക്കമുള്ള ഒരു സംഖ്യക്ക് 3 ഡിജിറ്റ് ഉള്ള ഒരു സംഖ്യക്ക് വൺസും ടെൻസും ഹൺഡ്രഡ്സും അങ്ങനെ 3 സ്ഥാനങ്ങൾ ഉണ്ട്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി 4 ഡിജിറ്റ് ആയാലോ? 4 ഡിജിറ്റ് ആവുമ്പോ എന്താ ഉണ്ടാവുക? ഒറ്റയുണ്ട്, 10 ഉണ്ട്, 100 ഉണ്ട്, 1000 കൂടി ഉണ്ട് അല്ലെ. അതായത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്. 4 ഡിജിറ്റിന് 4 സ്ഥാനങ്ങളുണ്ട്. 5 ഡിജിറ്റ് ആയാലോ? ഓക്കെ, എല്ലാവരും കുറേ ഹാർട്ടും ഇമോജിയും ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓ, യു ആർ മൈ ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രീനന്ദ, താങ്ക് യു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ എന്നോടത്ത് ഇങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഇരുന്നാലാണ് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, സോ ഇനി 5 ഡിജിറ്റ്സ്. 5 ഡിജിറ്റ്സിനോ? ഒറ്റയുണ്ട്, 10 ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്, 10000 ഉണ്ട്. അപ്പൊ 5 ഡിജിറ്റ് ഉള്ള ഒരു സംഖ്യയില് എത്ര സ്ഥാനങ്ങളുണ്ട്? 5 സ്ഥാനങ്ങൾ. അത് ആ 5 സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒറ്റ, 10, 100, 1000, 10000. ഇത്രയും ആയിട്ടുള്ള 5 സ്ഥാനങ്ങളുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇനി ലക്ഷത്തിനെ അല്ലെങ്കിൽ 10 ലക്ഷത്തിനെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഉള്ളവർ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വന്ന ആൾക്കാർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണ്ടേ നമ്മള്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ 5 അക്കാണെങ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നോക്കി എല്ലാവരും. ഞാൻ ഇങ്ങനെ ഒരു നമ്പർ എഴുതുകയാണെങ്കിൽ ഇതിന്റെ ഈ സ്ഥാനമാണ് വൺസ് അല്ലെ. ഇതാണ് ടെൻസ് എന്നുള്ള സ്ഥാനം, അതായത് 10 എന്നുള്ള സ്ഥാനം. ഈ സ്ഥാനമാണ് ഹൺഡ്രഡ്സ്, 100ന്റെ സ്ഥാനം. ഇത് 1000, 1000. ആൻഡ് ഇതാണ് 10000ത്തിന്റെ സ്ഥാനം, 10,000. അപ്പൊ നമ്മൾ 5 അക്ക ഉണ്ടെങ്കിൽ എന്താണ്? ഒറ്റ, 10, 100, 1000, 10000. 10000 വരെയാണ് അതിൽ ഉള്ളത്. പിന്നെ നമ്മൾ നെയിം ചെയ്യാൻ എങ്ങനെയാ പറഞ്ഞത്? 3 ഒക്കെ ഉള്ളെങ്കിൽ നമുക്കറിയാം 100 ആണ് അവിടുത്തെ ഏറ്റവും വലുത് അല്ലേ.
100 ആണ് നമ്മുടെ അവിടെ ഏറ്റവും വലുതായിട്ട് വരുന്നത്. അവിടെ 3 ഒക്കെ ഉള്ളെങ്കിൽ നമ്മളപ്പോ ഏതാണോ ഫസ്റ്റ് കിടക്കുന്ന നമ്പർ അതിന്റെ കൂടെ 100 എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. 2, 3, 4 ആണ് നമ്മുടെ നമ്പർ എങ്കിൽ 234. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ശ്രീനന്ദ അല്ല യുദ്ധി. ഓക്കെ, സോറി ആള് മാറിപ്പോയതാണേ. യുദ്ധിയാണ് പറഞ്ഞത്. സോറി യുദ്ധി. ഈ 2 S വെച്ചിട്ടാ രണ്ടുപേരുടെ പേര്, അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയത്. സോറി. ആർക്കൊക്കെയാണ് പറയുന്നത് പ്രശ്നം? ഓക്കെ, സോ എല്ലാവരും ഇതാ കമന്റിൽ കുറെ ഹാർട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ് ഒക്കെ നന്നായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കമന്റിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കാണ്ട് നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, 1s, 10s, 100s ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. 3 ഡിജിറ്റ്സേ ഉള്ളൂങ്കിൽ 100 ആയിരിക്കും അതിൽ ആദ്യം വരുന്ന. 100 ആണ് അവിടുത്തെ ഏറ്റവും വലിയ സ്ഥാനം. 4 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ 1000 ആയിരിക്കും വലിയ സ്ഥാനം. ഇനി 5 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ 10,000 ആണ് അവിടുത്തെ വലിയ സ്ഥാനം. പിന്നെ 5 ഡിജിറ്റ്സിന്റെ കാര്യം നമ്മൾ വേറെ ഒന്നും കൂടി പറഞ്ഞിരുന്നു അല്ലെ. എന്താണ് 5 ഡിജിറ്റ്സ് ആണെങ്കിൽ ഫസ്റ്റത്തെ ഒരു നമ്പറിന്റെ കൂടെ അല്ല നമ്മൾ 10,000 എന്ന് ചേർക്കേണ്ടത്, 2 നമ്പറിന്റെ കൂടെയാണ് നമ്മൾ 10,000 എന്ന് ചേർക്കേണ്ടത്. ഇനി ആർക്കെങ്കിലും ഇതില് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അപ്പൊ അതൊന്നും എടുത്ത് കാണാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കേറുന്ന ആൾക്കാര് കഴിഞ്ഞ ക്ലാസ്സസിന്റെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിലൊരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്കിത് വീണ്ടും കുറെ നേരം പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ബോറടിക്കും. അവരിത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ വട്ടം കേട്ടതാ അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് പെട്ടെന്ന് പോവാനുണ്ട് ഇനി. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിൽ ഇനി സംശയങ്ങളുണ്ട്, പുതിയ ആൾക്കാരുടെ കാര്യം കേട്ടോ പറയണം. പുതിയ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് എല്ലാം മനസ്സിലായില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണാം. ഓക്കെ, റൈറ്റ്? ഓക്കെ, സോ ഇനി ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ പേര് വിളിക്കാത്തത് ഇല്ലല്ലോ. ഓക്കെ, സോ എന്താ എല്ലാവരും കുറേ ഇമോജീസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. യെസ്, ശ്രീനന്ദ ന്യൂ വന്നിട്ടുണ്ട്. യെസ്, ഡിജിറ്റ് കോമ ഇത് റൈറ്റ് ചെയ്യത്തില്ലേ? ഡിജിറ്റ് കോമ ഇടണം, നമുക്ക് പഠിക്കാം. സങ്കടപ്പെടണ്ട, കോമ ഇടണം, നമുക്ക് പഠിക്കാലോ. തൽക്കാലം നമുക്ക് ഫസ്റ്റ് നെയിം ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കോമയിലേക്ക് കിടക്കാം കേട്ടോ. ആരും പേടിക്കണ്ട. ഓക്കെ, സോ നമ്മളപ്പോ 5 ഡിജിറ്റ്സ് ആണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി 6 ഡിജിറ്റ്സ്. 5 ഡിജിറ്റ്സിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ 5 ഡിജിറ്റ്സില്? ഓക്കെ, കുറച്ച് പേര് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിന്റെ വീഡിയോ എങ്ങനെ എടുക്കുന്നേന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് ആ വീഡിയോസ് കണ്ട് പഠിക്കുക. ഇപ്പൊ പോകാനല്ല പറഞ്ഞത്, ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ നമ്മുടെ ഒരു 5-ാമത്തെ ക്ലാസ്, അത് 4 ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിന്റെ വെച്ച് വീഡിയോ നമുക്ക് ഒറ്റയടിക്ക് 4 ക്ലാസ് ഇരുന്ന് കാണാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് പതുക്കെ ആയിട്ടിരുന്ന് ക്ലാസ്സസ് കണ്ടിട്ട് പഠിച്ചിട്ട് എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും. അപ്പൊ പുതിയ ആൾക്കാരോടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മള് 5 ഡിജിറ്റ്സിന്റെ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും നോട്ട്സ് ഒക്കെ കിട്ടിയോ? ഇന്നലെ നോട്ട്സ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇന്നലെയോ മിനിഞ്ഞാന്നോ ആയിട്ട് ആർക്കെങ്കിലും നോട്ട്സിന് കിട്ടാത്തതുണ്ടോ? ഞാൻ നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോട്ട്സ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇന്ന് എല്ലാം കൂടി ഒരുമിച്ച് ഒന്നും കൂടെ ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നോട്ട്സ് കിട്ടിയോ? ഞാൻ ആ 5 ഡിജിറ്റ്സിന്റെ കുറച്ച് ഹോംവർക്ക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാരെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വേഗം കമന്റ് ചെയ്തേ. എന്താണ് കുറെ ഫ്ലാഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ കമന്റ് ബോക്സിൽ. ആരാണ് ഇത്രയും വലിയ ഫ്ലാഗ് ഒക്കെ ഇടുന്ന ആൾക്കാര്? കുറച്ച് പേർക്ക് ബോറടിക്കുന്നുണ്ടെന്ന് പറയണ്ടല്ലോ. നമുക്ക് വേഗം പോവാം, പേടിക്കണ്ട, വേഗം പോവാട്ടോ. യെസ്, ഇതായിരുന്നു നമ്മുടെ ഹോംവർക്ക്. ഇതാർക്കെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ? നോ 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 നോ. എന്താ നോ 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 നോ? ആർക്കും കിട്ടിയില്ല എന്നാണോ പറയുന്നത്? കുഴപ്പമില്ല കേട്ടോ. ഇതാണ് നമ്മുടെ വർക്ക്ഷീറ്റ്, 5 ഡിജിറ്റ്സിന്റെ വർക്ക്ഷീറ്റ്. എന്താണ് ഇതെന്താണ്? എല്ലാവരും നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ കമന്റ് സെക്ഷനിൽ? അപ്പൊ നിങ്ങൾ എങ്ങനെയാ ക്ലാസ് ശ്രദ്ധിക്കുക?
തമ്മിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കുക? തമ്മിൽ സംസാരിക്കേണ്ട ആരും. ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും അതിനുള്ള ആൻസേഴ്സ് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി ട്ടോ. തമ്മിൽ നിങ്ങൾ കമന്റിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ക്ലാസ് എടുക്കുക? ഓക്കെ ഇതാണ് നമ്മുടെ വർക്ക്ഷീറ്റ് വരുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വേഗം ഈ ഫസ്റ്റത്തെ എങ്ങനെയാണ് നെയിം ചെയ്യാന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേ. വേഗം കമന്റ് ചെയ്തോ. പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഡിജിറ്റ്സിനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഡിജിറ്റിന്റെ കൂടെ അല്ല നമ്മൾ 1000 എന്ന് ചേർക്കേണ്ടത്, 2 ഡിജിറ്റിന്റെ കൂടെ ഒരുമിച്ച് വേണം 1000 എന്ന് ചേർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സംഖ്യയെങ്കിൽ ആകെ നമുക്ക് എന്താ ഉള്ളൂ 4 അക്കമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ 8000 എന്നല്ലേ ചേർക്കുക. ഫസ്റ്റ് കിടക്കുന്ന ഒറ്റ നമ്പറിന്റെ കൂടെയാണ് 1000 എന്ന് ചേർക്കുക എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് പിന്നെ ഒബ്വിയസ്ലി 100 ആണ്. അപ്പൊ 275 ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ നെയിം ചെയ്യുന്നത്. 8275. പക്ഷെ നമ്മൾ 5 ഡിജിറ്റ്സിന്റെ കേസിലേക്ക് വരുമ്പോഴോ ആദ്യത്തെ 2 ഡിജിറ്റിനെ ഒരുമിച്ച് വേണം 1000 ആക്കി എഴുതാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് 43,000 എന്നാണ് എഴുതേണ്ടത്. 4000 എന്ന് എഴുതരുത്. 5 അക്കമുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഡിജിറ്റിനെ ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കണം 1000 എന്ന് എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നിങ്ങൾ 100ലേക്കാണ് പോകേണ്ടത്. അപ്പൊ 43,567 അങ്ങനെയായിരിക്കും നമ്മൾ ഇതിന്റെ പേര് എഴുതുന്നത്. മലയാളത്തിലാണെങ്കിൽ 43,567. അപ്പോഴും 43ന്റെ കൂടെയാണ് നമ്മൾ 1000 ചേർത്തത് അല്ലെ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ ഇനി വേഗം അടുത്തതിന്റെ നമ്പേഴ്സ്, അടുത്തതിന്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരാളെ കമന്റ് ചെയ്തിട്ടുണ്ട് 43,567. പുതിയ ആളാണല്ലോ കമന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? വെരി ഗുഡ്. അപ്പൊ അടുത്തതിന്റെ വേഗം ഒന്ന് പറഞ്ഞേ. 82734 അതാണ് നമ്മുടെ നമ്പർ. അതിന്റെ വേഗം ഒന്ന് പറഞ്ഞേ എല്ലാവരും. നോക്കട്ടെ എത്ര പേർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ ഞാന്. ഈ വിജി വിശ്വനാഥ് എന്ന് പേരുള്ള ആളുടെ പേരെന്താണ്? ആദിദേവ് അല്ലേ? ആദിദേവ് കമന്റ് ചെയ്തിട്ടുണ്ട് 43,567 എന്നുള്ളത്. ഓക്കെ കുഴപ്പമില്ല, എല്ലാവരും ലിസൺ ചെയ്താൽ മതി ട്ടോ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. കുറച്ച് പേർക്കൊക്കെ ബോറിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അറിയുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം വീണ്ടും കേൾക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ബോറടിക്കുക. അതെന്തുകൊണ്ടാ? ഇപ്പൊ കുറച്ച് പേര് അറിയാത്തവരുണ്ട്. അപ്പൊ നമ്മൾ അവരെയും കൂടി ഒന്ന് കണക്കിലെടുക്കണ്ടേ? നമുക്ക് വേഗം ഓടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ പഠിക്കണം അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരുപോലെ കിട്ടണ വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയണ കാര്യമായിരിക്കും. എന്നാലും ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് പുതിയ സാധനം പഠിക്കാം ട്ടോ. അപ്പൊ രണ്ടാമത്തെ നമ്പർ 82734. അതിനെങ്ങനെ വേഗം ഒന്ന് നെയിം ചെയ്തേ. എന്താണ് ലക്ഷ്യക്ക് മനസ്സിലായില്ല എന്നാണോ പറയുന്നത്? 82 എന്താണ് 82? പുതിയ ആൾക്കാരാണോ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്? ഓക്കെ അപ്പൊ ദയ അനൂപ് കമന്റ് ചെയ്തിട്ടുണ്ട് 40,560. 43,000 അല്ലേ അത്? 40,000 ആണോ? അല്ല, ഫസ്റ്റത്തെ 2 മലയാളത്തിൽ ഇട്ടാൽ മതിയല്ലോ. മലയാളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ ഇടാം. ഓക്കെ അപ്പൊ എന്തായിരുന്നു ഫസ്റ്റത്തെ നമ്പർ? ഞാൻ എങ്ങനെയാ പറഞ്ഞത്? ആദ്യത്തെ 2 നമ്പറിനെയാണ് 1000 എന്ന് ചേർക്കേണ്ടത്. പുതിയതായിട്ട് വന്നിട്ടുള്ളതല്ലാതെ പഴയതില് ആർക്കാണ് സംശയമുള്ളത്? ഞാൻ പുതിയതായിട്ട് വന്നിട്ടുള്ളവരല്ലാതെ എന്ന് ചോദിക്കാൻ കാരണം പുതിയ ആൾക്കാർക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് തന്നെ ഈ ക്ലാസ്സിൽ വീണ്ടും എടുത്താൽ പഴയ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ പഴയ ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടി പെട്ടെന്നൊന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ 5 അക്കമുള്ള 5 സംഖ്യകളുള്ള ഒരു വലിയൊരു സംഖ്യേനെ നമ്മൾ നെയിം ചെയ്യാണ്. അപ്പൊ 4, 3, 5, 6, 7 ഈ സംഖ്യേനെ ഞാൻ വേർഡ് ആക്കിയിട്ട് വാക്കുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം ഇത് 43,567 ആണ്. അപ്പൊ 43 എന്ന് പറയുന്ന ഫസ്റ്റത്തെ 2 അക്കത്തിനെ ഒരുമിച്ച് ചേർത്ത് അതിന്റെ കൂടെ 1000 ചേർക്കുക. ബാക്കി 5, 6, 7 ആണല്ലോ, അത് 3 ഡിജിറ്റ് ആണല്ലോ, അതിനെ നമുക്ക് അറിയാലോ 567. മനസ്സിലായോ?
അപ്പൊ ഇനി അടുത്ത സംഖ്യ എത്രയാ? 82734 അതില് 82 എന്നുള്ളതിനെ ഒരുമിച്ച് ചേർത്ത് 82,734. അടുത്ത സംഖ്യ നോക്കിയേ, 73479. അതെന്താണ് മൂടില്ലാന്നോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് വേഗം ആൻസർ ഇട്ടേ പറ്റൂ. വേഗം ആൻസർ ഇട്ടോളോ. 43,567. യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അനാമികയാണ് ഇട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഫസ്റ്റത്തെ ആൻസർ അതാണ്. രണ്ടാമത്തെ ഇട്ടോളോ. എങ്ങനെയാണ്? 82,000, അതായത് 82,734. അപ്പൊ മൂന്നാമത്തെ എങ്ങനെയാ വരിക? 5 ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത്? ഒറ്റയുണ്ട്, 10 ഉണ്ട്, 1000 ഉണ്ട്, 10,000. ഒറ്റ, 10, 100, 1000, 10,000. അങ്ങനെ 5 സ്ഥാനങ്ങളാണ് അതിനുള്ളത്. ഒറ്റ, 10, 100, 1000, 10,000 അല്ലെ? 5 സ്ഥാനങ്ങളാണുള്ളത്. അപ്പൊ നമ്മൾ തുടങ്ങേണ്ടത് ഒരു 10,000-ത്തിൽ നിന്നാണ്. 10,000 എന്ന് പറഞ്ഞാൽ എന്താ? 2 സംഖ്യകൾ കൂടിയിട്ടുള്ള 1000. അപ്പൊ നമ്മൾ ആദ്യത്തെ 2 സംഖ്യയുടെ കൂടെ 1000 എന്ന് ചേർക്കുന്നു. മനസ്സിലായോ? അപ്പോ 73,000 അല്ലെങ്കിൽ 73,000. ബാക്കി എന്താ ഉള്ളത്? നിഖില. നിഖില പുതിയ ആളാണോ? നിഖില സക്രിയ എന്ന് പറയുന്ന ആള് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. പുതിയ ആളാണോ? ഹാദി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 40 ഏതാണ് പറയുന്നത്? നാലാമത്തെ 98,236. വെരി ഗുഡ്. അതാരാ പറഞ്ഞത്? ശ്രീനന്ദയാണ് പറഞ്ഞത് അല്ലെ? 82,734. റൈറ്റ്, വെരി ഗുഡ്. അത് രാജി കെ എന്ന് പറയുന്നത് ആരുടെ പേരാണ്? ഓക്കെ. സോ നിഖില പുതിയ ആളാണ് അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആവാത്തത്. എന്താണ്, നിഖിലയ്ക്ക് ചെറിയതായിട്ട് ഡൗട്ട് വരുന്നത് പുതിയ ആൾക്കാരായതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മള് 73,479. യെസ്, പുതിയ ആൾക്കാരൊക്കെ ഇതാ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. വെരി ഗുഡ്. അപ്പൊ പുതിയ ആൾക്കാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആലിയ കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഇപ്പൊ കമന്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ബദ്രിനാഥ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ പേരുന്ന് പുതിയ ആൾക്കാരുണ്ട് കേട്ടോ. 73,479. ഗബ്രിയോ കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. സോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഫസ്റ്റത്തെ 2 ഡിജിറ്റിന്റെ കൂടെയാണ് നമ്മൾ 1000 ചേർക്കേണ്ടത്. ദെൻ 100 വെച്ചിട്ടാണ് ബാക്കിയുള്ളത്. അപ്പൊ ലാസ്റ്റത്തെ ആണെങ്കിലോ, ഏറ്റവും ലാസ്റ്റത്തെ ആൻസർ ആർക്കാ പറയാൻ പറ്റാ? ഏറ്റവും ലാസ്റ്റത്തെ യെസ്, ഹൃദിക്. ഓക്കെ, ഹൃദിക് കറക്റ്റ് ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിഖില അല്ല, സേറ എന്നാണ് പേര്. ഓക്കെ സേറക്ക് എന്താണ് സംശയം? ഏറ്റവും ലാസ്റ്റത്തെ ആണോ ഇപ്പൊ പറയുന്നത്? ഏറ്റവും ലാസ്റ്റത്തെ എത്രയാ വരിക? ഏറ്റവും ലാസ്റ്റ് 23056. അതിനെ എങ്ങനെയാ നെയിം ചെയ്യാ? ആരാ അത് നെയിം ചെയ്യാൻ നോക്കട്ടെ ഞാൻ. 12,478. യെസ്, ആദിദേവ് അതും കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനത്ത് ചെയ്താൽ മതി നിങ്ങൾ. ഏറ്റവും അവസാനത്ത് നോക്കിയേ, അതിൽ 5 അക്ക ഉണ്ട് അല്ലേ? 5 അക്ക ഉണ്ട്. 2, 3, 0, 5, 6. 5 ഡിജിറ്റ്സ് ഉള്ള ഒരു സംഖ്യയാണത്, ഒരു നമ്പർ ആണത് അല്ലെ? പക്ഷെ യെസ്, ആരാ പുതിയതല്ല എന്ന് പറയുന്നേ? ബദ്രീനാഥ് പുതിയതല്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ആൻസർ പറയാലോ. പുതിയതല്ലാത്ത ആൾക്കാർക്കൊക്കെ ആൻസർ പറയാലോ. ഇനി ഏറ്റവും അവസാനത്തെ സംഖ്യ നോക്കിക്കേ, 23056. 98,236. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. വിജി അതാരാണ്? ഇനി 23,056. വെരി ഗുഡ്. ശരണ്യ സുഖിനേഷ് എന്ന് പറയുന്ന ആള് കമന്റ് ചെയ്തിട്ടുണ്ട്. അതാരാണ്? പേരും കൂടി ഒന്ന് ഇട്ടോട്ടോ കൂടെ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. 23,056. യെസ്, ആദിദേവ് കമന്റ് ചെയ്തിട്ടുണ്ട്. 23,056. കവിത കമന്റ് ചെയ്തിട്ടുണ്ട്. ഫാത്തിമ കമന്റ് ചെയ്തിട്ടുണ്ട്. 223,056. യെസ്, 82,734. റൈറ്റ്.
എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ആതിര പേര് യെസ് ആതിര കമന്റ് ചെയ്തിട്ടുണ്ടോ? ആൻഡ് 23,056 യെസ്. റോമിംഗ് കേരള എന്ന് പറയുന്ന ആൾ കമന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേരും കൂടി ഒന്ന് ഇടണേ. ആൻഡ് യെസ് ശ്രീനന്ദ കമന്റ് ചെയ്തിട്ടുണ്ട്, ഗബ്രിയോ കമന്റ് ചെയ്തിട്ടുണ്ട്, നിയ ചെയ്തിട്ടുണ്ട്. യെസ് യെസ്. എന്താണ് അറിയാത്തത്? ക്ലാസ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളല്ലേ ഗോവിന്ദ് കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ. ഓക്കെ, കുറെ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സേറ. വെരി ഗുഡ്. യെസ്. അപ്പൊ എല്ലാവരും ന്യൂ ഹിയർ എന്താ കാണുന്നില്ല എല്ലാവർക്കും ക്ലിയർ ആയിട്ട്? ആർക്കെങ്കിലും കാണാത്തതുണ്ടോ? കാണാനും കേൾക്കാനും ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, സോ ഇതാണ് നമ്മുടെ 5 ഡിജിറ്റ്സ് നമ്പർ. യെസ് ഹാദി. ഓക്കെ, ഹാദി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 23,056. യെസ്. ഷീബ വിഷ്ണു എന്ന് പറയുന്ന ആ നെയിമുള്ള ആളും കമന്റ് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് കാണുന്നില്ലേ? ആർക്കും മെസ്സേജ് കാണാത്ത? എനിക്ക് എല്ലാവരുടെ മെസ്സേജും കാണുന്നുണ്ടല്ലോ. എല്ലാവരുടെ പേരും ഞാൻ വിളിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പേര് മാത്രം പറഞ്ഞ് ഞാൻ മെസ്സേജ് മാത്രം അങ്ങനെ നോക്കി നിന്നാൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയില്ല. ക്ലാസ് മുന്നോട്ട് പോകണ്ട. ഞാൻ നിങ്ങളെ എല്ലാവരുടെയും പേര് വിളിച്ച് എല്ലാവരെയും ഞാൻ നോക്കി നിന്നാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരാളുടെ പേര് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും അയ്യോ മിസ് എന്റെ പേര് വിളിച്ചില്ല. അപ്പൊ അടുത്ത ആൾ പറയും എന്റെ പേര് വിളിക്കുന്നില്ല. ഞാൻ എല്ലാതും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാതും ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകണ്ടായി. നമുക്ക് പഠിച്ച് വേഗം ഒരുപാട് പോകാനില്ലേ? അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരാളുടെ രണ്ടാളുടെ പേര് വിളിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് 6 ഡിജിറ്റ്സിന് നോക്കാം. 6 ഡിജിറ്റ്സും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റത്തെ നമ്പർ ഒന്ന് നോക്കി നോക്കിയേ നിങ്ങള്. 1 2 3 4 5 8. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് എണ്ണി നോക്കണം. 1 2 3 4 5 6. 6 ഡിജിറ്റ് ഇതിലുണ്ട്. 6 അക്കങ്ങൾ ഈ സംഖ്യയിൽ വരുന്നുണ്ട്. ഓക്കെ, 6 അക്കങ്ങളുള്ള ഒരു സംഖ്യയാണിത്. അപ്പൊ 6 എണ്ണമാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ എണ്ണി തുടങ്ങാം. ഇത് ഒറ്റയാണ്, വൺസ്. ഇത് 10 ടെൻസ്, 100 ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് 1000, 10,000. 10,000 കഴിഞ്ഞ് അടുത്തതുണ്ടെങ്കിൽ അതിനെന്താണ് പറയാ? ലാക്ക് അല്ലെങ്കിൽ ലക്ഷം. അപ്പൊ 6 അക്കമുള്ള ഒരു സംഖ്യയാണെങ്കിൽ അത് ലക്ഷമാണ്. 6 അക്കമാണെങ്കിൽ അതെന്താണ്? ലക്ഷമാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ ഡിജിറ്റിനെ കൂടെ ലക്ഷം എന്ന് അങ്ങോട്ട് ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണെങ്കിൽ 1 2 3 4 5 8 ആണ് അല്ലെ? ഇതിന്റെ കൂടെ ഫസ്റ്റത്തെ നമ്പർ ഏതാ? 1. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാ? 1 lakh. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. 1 lakh. ഒരൊറ്റ ഡിജിറ്റിന്റെ കൂടെ ലാക്ക് എന്ന് ആഡ് ചെയ്യുക. ബാക്കി ഇതിനെ നമ്മൾ എങ്ങനെയാണോ 5 അക്കത്തിന് ചെയ്തത് അതുപോലെ ചെയ്യാം. അടുത്തത് 23,000. അതായത് 23,458. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ 6 അക്കത്തിനെ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയായിരിക്കും? ഫസ്റ്റത്തെ ഡിജിറ്റിന്റെ കൂടെ മാത്രം നമ്മൾ ലക്ഷം എന്ന് ആഡ് ചെയ്യുന്നു. ബാക്കിയൊക്കെ നമ്മൾ 5 അക്കത്തിനെ ചെയ്തതുപോലെ തന്നെ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അടുത്തത് നോക്കി നോക്കിയേ നിങ്ങള്. ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം അവിടെ. യെസ്, ഇത് നോക്കി നോക്കിയേ. ഇതും ഒരു 6 അക്ക സംഖ്യയാണ് അല്ലെ? 2 3 5 6 7 8. ഇതൊരു 6 അക്ക സംഖ്യയാണ്. 6 അക്ക സംഖ്യയാണെങ്കിൽ അപ്പൊ എന്ത് മനസ്സിലാക്കണം? അതൊരു ലക്ഷമാണ് ആ സംഖ്യ വരുന്നത്. ഏറ്റവും വലിയ സ്ഥാനം അവിടെ വരുന്നത് ലക്ഷം എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് അല്ലെ? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റ 10 1000 10000 ലക്ഷം. സോറി, ഒറ്റ 10 100 1000 10000 ലക്ഷം. ഇത് ഒന്നും വിട്ടുപോയതിട്ടാ. എനിക്കിപ്പോ വിട്ടുപോയ കണ്ടില്ലേ? അതുപോലെ വിട്ടുപോകാൻ പാടില്ല. എന്തെങ്കിലും വിട്ടുപോയാൽ നമ്മുടെ എഴുതല് തെറ്റിപ്പോകും. ഒറ്റ കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 100, 100 കഴിഞ്ഞാൽ 1000, 1000 കഴിഞ്ഞാൽ 10000, അത് കഴിഞ്ഞിട്ടാണ് ലക്ഷം. ഈ ഓർഡറും തെറ്റാൻ പാടില്ല. ഒറ്റ 10 100 1000 10000 ലക്ഷം. ഈ ഓർഡറും തെറ്റാൻ പാടില്ല. ഇങ്ങനെയാണ് നമ്മൾ സംഖ്യകളെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫസ്റ്റത്തെ നമ്പർ ഏതാണ്? 2 ആണ് അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 2 lakh. ഇനി ഇത് ബാക്കി നമ്മുടെ 5 അക്ക സംഖ്യയാണല്ലോ. അപ്പൊ ഇതിനെ മാത്രം എടുത്തു. 35,678. ഇത് മുഴുവൻ എഴുതാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ അതിന്റെ മൊത്തം എഴുതണം കേട്ടോ. ഓക്കെ, 2
35,678. ഓക്കെ, നിങ്ങൾക്ക് ഈ കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യണം, കാരണം വേറെ ആരും പ്രോബ്ലം പറയുന്നില്ല. പുതിയ ആള് ഏതൻ എന്ന് പറയുന്ന ആ പേരുള്ള ആളാണ് പ്രോബ്ലം പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇതിന്റെ ഇഷ്യൂ ആയിരിക്കും. യെസ്, സാറ കമന്റ് ചെയ്തിട്ടുണ്ട് 2,35,678 ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ കറക്റ്റ് ആണ്, സാർക്ക് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാർ അതാ പഠിച്ചു വരുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, അപ്പൊ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് നമ്പറിന്റെ കൂടെ ലാക്ക് എന്ന് ചേർക്കുന്നു, ബാക്കി 5 അക്കത്തിനെ നേരത്തെ എങ്ങനെയാണോ നെയിം ചെയ്തത് അതുപോലെ ചെയ്യുക. അത്രേ ഉള്ളൂ. 2,35,678. റൈറ്റ്, ദാറ്റ് ഈസ് കറക്റ്റ് ഗബ്രിയോ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ 6 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറിനെ നെയിം ചെയ്യുന്നത്. ഇനി നമുക്ക് 7 ഡിജിറ്റ്സ് വന്നാലോ? 7 ഡിജിറ്റ്സ് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആർക്കാ പറയാൻ പറ്റുക? 6 ഡിജിറ്റ് വരെ നമ്മൾ പറഞ്ഞു അല്ലെ, ലക്ഷമാണ് അല്ലെ. 6 ഡിജിറ്റ് വരെ വന്നപ്പോ ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം. അപ്പൊ 7 ഡിജിറ്റ് വന്ന അതിന്റെ സ്ഥാനം എത്രയാ? 7ാമത്തെ ആ ഡിജിറ്റിന്റെ സ്ഥാനം എത്രയായിരിക്കും? ആർക്ക് പറയാൻ പറ്റും അത്? 7ാമത്തെ ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ ആ 7 അക്കമുള്ള ഒരു സംഖ്യയുടെ ഏറ്റവും വലിയ സ്ഥാനം ഏതാണ്? ലക്ഷം കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്ഥാനം ഏതാണ്? ഒന്ന് വേഗം പറഞ്ഞേ. ലക്ഷം കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്ഥാനം ഏതാണ്? യെസ്, ഹാദിയാണ് പറഞ്ഞിട്ടുള്ളത് 10 lakh. അത് കഴിഞ്ഞ് വരുന്ന അടുത്ത സ്ഥാനം 10 ലക്ഷമാണ്. വെരി ഗുഡ്. യെസ്, യെസ്, ഓക്കെ, മനസ്സിലായോ? അപ്പോ നമ്മൾ 1000 കഴിഞ്ഞപ്പോ അടുത്തത് വന്നത് 10,000 അല്ലേ? അതുപോലെ തന്നെ ലക്ഷം കഴിഞ്ഞാൽ വരുന്ന അടുത്ത സ്ഥാനം 10 ലക്ഷമാണ്. മനസ്സിലായല്ലോ? ലക്ഷം കഴിഞ്ഞാൽ വരുന്നത് 10 ലക്ഷം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഫസ്റ്റ് കിടക്കുന്ന ഒരൊറ്റ നമ്പറിന്റെ കൂടെ ലക്ഷം എന്ന് ചേർത്തു. ഇനി നമ്മൾ യെസ്, ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് കറക്റ്റ്. എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ്. 10 ലക്ഷമാണ് കേട്ടോ. 10 ലക്ഷമാണ് അടുത്തത് വരുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ സിസ്റ്റത്തില് 10 ലക്ഷം എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ ഇന്റർനാഷണലിലൊക്കെ വരുമ്പോഴാണ് മില്യൺസിലേക്കൊക്കെ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ ലക്ഷത്തിന്റെ കണക്ക് പറയാം. ഓക്കെ, യെസ്. ശ്രീനന്ദ ന്യൂ പറഞ്ഞിട്ടുണ്ട് 10 ലക്ഷമാണെന്ന്. വെരി ഗുഡ്. സോ ഇപ്പൊ എല്ലാവരും 10 ലക്ഷം എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ധാരണ ഉള്ളത് എന്തായാലും വളരെ നല്ലതാണ്. അപ്പോ 6 അക്കം കഴിഞ്ഞ് അടുത്തത് വരുന്നത് 10 ലക്ഷം. അപ്പൊ നിങ്ങൾ നോക്കിയേ, അവിടെ ഒരു എക്സാമ്പിൾ കിടക്കുന്നുണ്ട് അല്ലെ. 1 2 3 4 5 7 8. 7 അക്കമുള്ള ഒരു സംഖ്യ. അപ്പോ അത് 10 ലക്ഷമാണ് അതിന്റെ ഏറ്റവും വലിയ സ്ഥാനം. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയാണ് നെയിം ചെയ്ത് കൊടുക്കേണ്ടത്? നേരത്തെ നമ്മൾ എന്താ ചെയ്തേ? ആദ്യം കിടക്കുന്ന ആ സംഖ്യയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ലാക്ക് എന്ന് ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 2 സംഖ്യയുടെ കൂടെ ഒരുമിച്ച് ലാക്ക് എന്ന് ആഡ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? 2 സംഖ്യയുടെ കൂടെ ഒരുമിച്ച് ലാക്ക് എന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരിക? ഫസ്റ്റ് കിടക്കുന്ന 2 സംഖ്യകൾ 12 ആണ് ഇവിടെ അല്ലെ ആദ്യം കിടക്കണം. അപ്പോ 12 lakh. അത്രേ ഉള്ളൂ ഡിഫറൻസ്, വേറെ ഒരു കാര്യമില്ല. 6 സംഖ്യയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആദ്യം കിടക്കുന്ന ഒരൊറ്റ സംഖ്യയുടെ കൂടെ ലാക്ക് എന്ന് ആഡ് ചെയ്തിട്ട് ബാക്കി 5 അക്കത്തിനെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നെയിം ചെയ്യുന്നു. 7 ഡിജിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഡിജിറ്റ്സിന്റെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ലാക്ക് എന്ന് പറയേണ്ടത്. അപ്പൊ ആദ്യം ഇവിടെ കിടക്കുന്നത് 12 ആണ്. അപ്പൊ 12 ലക്ഷത്തി അല്ലെങ്കിൽ 12 lakh. ബാക്കി 5 അല്ലേ ഉള്ളൂ. 7 എണ്ണത്തിൽ ഫസ്റ്റത്തെ 2 ഡിജിറ്റ്സിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് ലാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെയുള്ളത് ബാക്കി 5 ഡിജിറ്റ്സ് അല്ലേ. അതിനെ നെയിം ചെയ്യാൻ നമുക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. അതിനെ 5 അക്കത്തിന്റെ ബേസിസിൽ നെയിം ചെയ്യാം. ഓക്കെ, ഇത് എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. സോ നോക്കൂ, അപ്പൊ അടുത്ത എക്സാമ്പിൾ എന്താ ഇവിടെ കിടക്കുന്നത്? 1 2 3 4 5 7 8. അപ്പൊ എന്താണ്? 12,34,578. യെസ്, 2 ഡിജിറ്റ്സിന്റെ കൂടെ ലാക്സ് എന്ന് ചേർക്കാം. 2 ഡിജിറ്റ്സ് നമുക്ക് എങ്ങനെ നെയിം ചെയ്യാന്ന് അറിയാലോ. അപ്പൊ 4 3 ആണെങ്കിൽ 43, 5 6 ആണ് ആദ്യം കിടക്കുന്നെങ്കിൽ 56, 1 1 ആണ് ആദ്യം കിടക്കുന്ന 2 നമ്പർ എങ്കിൽ 11 lakhs. മനസ്സിലായോ? 2 0 ആണ് ആദ്യം കിടക്കുന്ന 2 നമ്പർ എങ്കിൽ 20 lakhs. അത്രേ ഉള്ളൂ അതിൽ വരുന്നത്.
അപ്പോൾ 1 lakhനെയും 10 lakhനെയും തമ്മിൽ ഡിഫറൻസ് വരുന്നത് 1 lakh ആണ്. ലാക്ക് ആണെങ്കിൽ 6 അക്ക സംഖ്യയാണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് നടക്കുന്ന നമ്പറിന്റെ കൂടെ ലാക്ക് എന്ന് ആഡ് ചെയ്യണം. 7 അക്ക സംഖ്യയാണെങ്കിൽ 2 നമ്പറിന്റെ കൂടെ ഒരുമിച്ച് ലാക്ക് എന്ന് ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ തരട്ടെ, വേഗം ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദാ നോക്കി നോക്കൂ. ഓക്കെ, ഇതൊരു 7 അക്ക സംഖ്യയാണ് അല്ലെ. 1 2 3 4 5 6 7. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു സംഖ്യേനെ നെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്ന് എണ്ണുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അല്ലാണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് എങ്ങനെയാ പേര് കൊടുക്കുക? നമുക്ക് കറക്റ്റ് അറിഞ്ഞാലല്ലേ നമുക്ക് പേര് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ എണ്ണേണ്ട കാര്യം. 50,56,000 അല്ലല്ലോ, ഞാൻ ഇപ്പൊ എഴുതിയിട്ടുള്ള നമ്പർ നോക്കൂ എല്ലാവരും. അതിന്റെ താഴെ കിടക്കുന്നത് നിങ്ങൾ നോക്കണ്ട, ഇപ്പൊ എഴുതിയിട്ടുള്ള ആ നമ്പർ നോക്കി എല്ലാവരും. 4 6 7 5 3 4 1. ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ള നമ്പർ. അതൊന്ന് വേഗം നോക്കി എല്ലാവരും. അതെങ്ങനെയാ നെയിം ചെയ്യാം? അതില് 7 ഡിജിറ്റ്സ് ഉണ്ട് അല്ലെ. 4 6 7 5 3 4 1. 7 ഡിജിറ്റ്സ് വരുന്നുണ്ട്. ആ 7 ഡിജിറ്റ്സിനെ എങ്ങനെയാണ് നെയിം ചെയ്യാന്ന് വേഗം പറഞ്ഞ എല്ലാവരും. എന്താ ബുദ്ധിമുട്ട്? ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഫസ്റ്റ് കിടക്കുന്ന 2 നമ്പറിനെ ഒരുമിച്ച് ചേർത്ത് ലാക്ക് എന്ന് കൊടുക്കണം. ഫസ്റ്റ് കിടക്കുന്ന 2 നമ്പർ ഏതാ? 46 അല്ലെ. 46ന്റെ കൂടെ ലാക്ക് എന്ന് ചേർക്കുക. അപ്പൊ 46 ലാക്ക്. പിന്നെ നമ്മുടെ 5 ഡിജിറ്റ് നമ്പർ അല്ലേ, 75,341. 46,75,341. യെസ്, ആദിദേവ് കമന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് കറക്റ്റ്. യെസ്, 46,75,341. റൈറ്റ്. രാജി, ഗബ്രിയോ, ഹാദി എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. സോ അതാണ് നമ്മുടെ 46 lakh. ബാക്കിയും കൂടി വേണം. 46,75,341. നിങ്ങൾ ഈ എഴുതുമ്പോൾ സേറ, ദാറ്റ് ഈസ് കറക്റ്റ്, വെരി ഗുഡ്. നിങ്ങൾ എഴുതുമ്പോൾ ഒരിക്കലും 46 ഈ 46 എന്നുള്ളതിനെ 46 എന്ന സംഖ്യയിൽ എഴുതരുത് കേട്ടോ. ഇതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ വേർഡ്സിൽ തന്നെ എഴുതണം. 46 lakh ഇങ്ങനെ തന്നെ എഴുതണം. ഇങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ. ഞാൻ നേരത്തെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇതാണ്. ഇങ്ങനെ തന്നെ എഴുതണം. 46,75,341. അങ്ങനെ തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എഴുതരുത് കേട്ടോ. യെസ്, ആരാണ്? പുതിയ ആളാണോ? അഖില നായർ. താങ്ക് യു കില. യെസ്, 46,75,341. അപ്പൊ നോക്കിയേ, നമ്മുടെ പുതിയ ആൾക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് പറയും. 46,75,341. റൈറ്റ്. എല്ലാവരും ദാ നല്ല അടിപൊളിയായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ദാ പുതിയ ആൾക്കാരൊക്കെ നല്ല പോലെ പഠിച്ചു അല്ലേ? വെരി ഗുഡ്. എയ്തൻ എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി വെരി ഗുഡ്. 46 ലക്ഷത്തി ബാക്കിയും കൂടി ഇടണം കേട്ടോ. ഹാദി, വെരി താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയല്ലോ. എല്ലാവർക്കും ഇത് ക്ലിയർ അല്ലേ? എങ്ങനെയാണ് 7 അക്ക വരെയുള്ള ഇതിനെ നമ്മൾ പറയുന്നതെന്ന് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി എങ്ങനെയാണ് 4 ഡിജിറ്റ്സ് 5 ഡിജിറ്റ്സ് 6 ഡിജിറ്റ്സ് ഇതെല്ലാതും പറയാന്നുള്ള ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കണു. ഇനി നമ്മൾ അടുത്ത ഡിജിറ്റ്സ് ഏതാണ്? താങ്ക് യു ആദിദേവ്. യെസ്, 46,75,341. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും, ശ്രീനന്ദ എല്ലാവരും പറയുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, നൗ ഇനി നമുക്ക് വരുന്നത് 8 അക്കമാണ്. ശോ, ഇതെന്താ തീരാത്ത അല്ലേ? 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു. അതേ ടീച്ചർ ഇപ്പൊ പറയണ 8 എന്ന് അല്ലേ? സോ എട്ടാമത്തെ സ്ഥാനം എത്രയാ വരിക? എല്ലാവരും ഒന്ന് വേഗം പറഞ്ഞു. എട്ടാമത്തെ സ്ഥാനം ഏതാണ്? എട്ടാമത്തെ സ്ഥാനം
10 ലക്ഷം കഴിഞ്ഞ് അടുത്തത് വരുന്ന സ്ഥാനം ഏതാണ്? താങ്ക് യു രാജി കെ. പേരെന്താണ്? എനിക്ക് ഒരുപാട് പേര് വരുമ്പോഴാട്ടോ പേര് മിസ്സായി പോകുന്നത്. സോറി ഫോർ ദാറ്റ്. ഓക്കെ, സോ ക്രോർ, വെരി ഗുഡ്. ക്രോർ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. 10 മില്യൺ. നമ്മളിപ്പോ ലക്ഷത്തിന്റെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ലക്ഷത്തില് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കിനി 10 ലക്ഷം കഴിഞ്ഞാ വരുന്നത് യെസ് ക്രോർ ആണ്. റൈറ്റ്, യെസ് ഹൃദിക്. സോറി ഹൃദിക്, കുറച്ച് നേരമായി വീണ്ടും പേര് പറയുന്നു. ഐ എം റിയലി സോറി. എനിക്ക് എല്ലാ പേരും കൂടെ വരുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോകുന്നതാണ് കേട്ടോ. താങ്ക് യു ഹൃദിക്. യെസ് 1 crore. നല്ല കുട്ടികളാണല്ലേ എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങളൊക്കെ വലിയ സംഖ്യകളൊക്കെ കണ്ടു വളർന്ന ആൾക്കാരാണ് അല്ലേ? 46 ലക്ഷം 50 ലക്ഷം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ? കോടിയാണ്. ഓക്കെ, സോ അപ്പൊ ഇനി നമ്മൾ കോടീനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോ ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ 8 ഒക്കെ ഉണ്ട് കോടിക്ക്. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. റൈറ്റ്, മനസ്സിലായോ? അപ്പൊ 10 ലക്ഷം കഴിഞ്ഞ് അടുത്തത് വരുന്ന സ്ഥാനം എന്ന് പറയുന്നത് കോടിയാണ്. ഇനി അപ്പൊ നമ്മൾ കോടി വെച്ചിട്ട് എങ്ങനെ എഴുതുക? ഒന്നുമില്ല, ഫസ്റ്റ് കിടക്കുന്നതിന്റെ കൂടെ ക്രോർ എന്ന് ചേർക്കാം. 8 ഡിജിറ്റ്സ് ഉള്ള ഒരു നമ്പർ ആണെങ്കിൽ അതിൽ ഫസ്റ്റത്തെ നമ്പറിന്റെ കൂടെ എന്ത് ചേർക്കണം? ക്രോർ എന്ന് അങ്ങോട്ട് ചേർക്കുക. അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇത്ര നേരം പഠിച്ച സാധനം തന്നെ വീണ്ടും അപ്ലൈ ചെയ്യാം. വേറെ ഒന്നും അവിടെ വരുന്നില്ല. സിമ്പിൾ അല്ലേ? നോക്കി ഇവിടെ ഒരു നമ്പർ കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാ ഈ നമ്പർ നോക്കൂ നിങ്ങള്. ഇത് 6 ഉള്ളൂ, ഇത് 7 തന്നെ ഉള്ളൂ. ഇതിന്റെ ആൻസർ ആണ് നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നത് അല്ലേ? ഇത് 7 തന്നെ ഉള്ളൂ. അത് നിങ്ങൾ ഇപ്പൊ പറയണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻ മറ്റേ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ കോടി വരുമ്പോ എന്താ വരിക? കോടി വരുമ്പോ ഒരു 8 എണ്ണം വരും. യെസ്, ഇത് നോക്കിയേ. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. മനസ്സിലായോ? 8 ഡിജിറ്റ്സ് കണ്ടോ അപ്പൊ എല്ലാവരും? ആ 8 ഡിജിറ്റ്സിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ ഡിജിറ്റ്സിന്റെ കൂടെ എന്ത് ചെയ്യാ? ക്രോർ എന്ന് ആഡ് ചെയ്യുക. യെസ് ശ്രീനന്ദ, ദാറ്റ്സ് കറക്റ്റ്. ഫസ്റ്റ് ഡിജിറ്റിന്റെ കൂടെ ക്രോർ എന്ന് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിലോ 5 crore. 5 crore. ബാക്കി നിങ്ങൾ നോക്കിയേ, നമ്മുടെ 7 ഡിജിറ്റ് അല്ലേ? അത് നമ്മൾ ഓൾറെഡി നെയിം ചെയ്യാൻ പഠിച്ചല്ലോ. 5 crore, 23 lakhs, 12,435. മനസ്സിലായല്ലോ? 5 crore, 23 lakhs. അപ്പോ അത് കഴിഞ്ഞിട്ട് അടുത്ത 2 സംഖ്യനെ ഒരുമിച്ച് ചേർത്തിട്ടാണ് കേട്ടോ ലാക്ക് എന്ന് പറയേണ്ടത്. കാരണം കോടി കഴിഞ്ഞ് പിന്നെ നമുക്ക് 7 ഡിജിറ്റ് ഉണ്ടല്ലോ. 7 ഡിജിറ്റ് ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 2 ഡിജിറ്റ്സിന്റെ കൂടെ ഒരുമിച്ച് ലാക്ക് എന്ന് ചേർക്കും. അപ്പൊ 5 crore, 23 lakhs, 12,435. മനസ്സിലായോ? അപ്പൊ നമുക്ക് കോടി വരെ ഇപ്പൊ പഠിച്ചാൽ മതി. കോടി വരെ നിങ്ങൾക്ക് ഉള്ളൂ. 10 കോടിയിലേക്ക് നിങ്ങൾ 9 ഡിജിറ്റ്സ് ഒന്നും അങ്ങനെ വരില്ല. കോടി വരെ പഠിക്കാം. യെസ്, നിങ്ങൾ വെള്ളമൊക്കെ കുടിച്ചോളൂ കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോ തന്നെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത്രയും പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടി ആകെ സഫക്കേറ്റ് ചെയ്തിട്ട് ആരും ഇരിക്കേണ്ട. നിങ്ങൾ വെള്ളം കുടിക്കുക, റിലാക്സ് ചെയ്തൊക്കെ ചെയ്തോളൂ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ക്ലാസ്സിൽ. ഓക്കെ, സോ കോടി വരെ നമ്മളിപ്പോ പറഞ്ഞു അല്ലേ? കോടി വരെ ഇതുവരെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തംസപ്പിട്ടേ. നമ്മളിതാ കോടികളുടെ കളി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കണ, ചില്ലറ കാര്യമൊന്നുമല്ല അല്ലേ? ഞങ്ങളിതാ അമ്മ അച്ഛനും എന്തെങ്കിലും കാര്യത്തിനൊന്നും വിളിച്ചാ ഞങ്ങളിത് ഈ കോടികളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞാൽ മതി അവരോട് അല്ലേ? നമ്മളിതാ ഇത്ര വലിയ സംഖ്യകളൊക്കെയാ പഠിക്കാൻ പോണത്. കോടി, അപ്പൊ 8 ഡിജിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ കോടി. യെസ്, 5 crore, 23 lakhs, 12,435. Right, that is correct. Roaming Kerala, is that Hadi? Hadi അല്ലേ? Yes. And Srinanda, yes, that's correct. Yes. ഒരുപാട് പേരും എല്ലാവരും എന്താ thumbs up ഒക്കെ ഇടുന്നുണ്ട്. 5 crore, 23 lakh, 12,435. സോ നമ്മുടെ കോടി വരെയുള്ള പരിപാടി കഴിഞ്ഞു.
നമ്മളപ്പോ കോടി വരെ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇനി 5 ഡിജിറ്റ്സ് തന്നാലും 6 ഡിജിറ്റ്സ് തന്നാലും 7 ഡിജിറ്റ്സ് തന്നാലും 8 ഡിജിറ്റ്സ് തന്നാലും അതിനെ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? വെരി വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇനി ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി നമ്മൾ പഠിക്കാൻ പോണത്, ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? യെസ്, എല്ലാവരും എന്താ ഒരുപാട് തംസപ്പ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് അല്ലെ? പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ഒരു വെറുതെരുവിന്റെ ആവശ്യമില്ല. എല്ലാവരും പഴയ ആൾക്കാരായി. എല്ലാവരും നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇത്രയും നേരം കേട്ടില്ലേ? അപ്പൊ നമ്മളെല്ലാവരും വീണ്ടും ഒരു ഫാമിലി പോലെ നമുക്ക് ഇനി ഒരുമിച്ച് പോവാം. യെസ്, അതെ, നമ്മൾ ക്രോറിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്, ഓക്കെ, ഇതാ ഒരുപാട് വലിയ ഇമോജി വരുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് വലിയ കാര്യങ്ങളാണ് ഞാനിപ്പോ ടൈപ്പ് ചെയ്യാൻ പറയുന്നത് അല്ലെ? 1 2 3 പോലുള്ള വലിയ ചെറിയ സംഖ്യകളല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്രയും ടൈപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതിന്റെ നേരെ തിരിച്ചിട്ടുള്ള കാര്യം കൂടെ പഠിക്കാനുണ്ട്. നമ്മൾ ഡിജിറ്റ്സ് തന്നു, സംഖ്യാരൂപത്തിൽ തന്നിട്ട് അതിനെ വാക്യരൂപത്തിൽ എഴുതാൻ നമ്മളിപ്പോ പഠിച്ചു. ഇനി വാക്യത്തിൽ തന്നിട്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. ഞാൻ ടൈപ്പ് ചെയ്യാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. മനസ്സിലാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമ്മളിപ്പോ സംഖ്യാരൂപത്തില് തന്നതിനെ വാക്യരൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് വലിയ സെന്റൻസ് ആയിട്ട് വേർഡ്സിൽ തരും. അതിനെ എന്താക്കി മാറ്റണം? വേർഡ്സിൽ തരുന്ന സാധനത്തിനെ നമ്പർ ആക്കി നമ്മൾ മാറ്റണം. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ 70, 1000 എന്നൊക്കെ പറഞ്ഞ് വലുതാക്കി വന്നില്ലേ? ആ സാധനത്തിനെ നമ്മൾ ഇനി എന്താക്കി കൺവേർട്ട് ചെയ്യണം? സംഖ്യയിലേക്ക് എഴുതാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് നവോദയ എക്സാമിന് ഇങ്ങനെയും ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നമ്പർ ചെറിയൊരു സംഖ്യ തന്നിട്ട് അതിനെ വലുതാക്കി വേർഡ്സിൽ എഴുതാൻ പറയും. യെസ്, എല്ലാവരും കറക്റ്റ് ആൻസേഴ്സ് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നമ്മൾ 8:30ക്കാണ് കേട്ടോ നിർത്തുന്നത്. എപ്പോഴാ തീരാന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. എന്തേ, ബോറടിച്ചു തുടങ്ങിയോ? 8:30ക്ക് നിർത്തും, ആരും പേടിക്കണ്ട. കുറച്ച് 10 മിനിറ്റും കൂടി ഉള്ളൂ. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നമുക്ക് വേർഡ്സിൽ തരും, അതിനെ സംഖ്യയിലേക്ക് മാറ്റണം. അപ്പൊ അതിന് നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കിയേ ഇവിടെ 70,364. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം വന്നിരിക്കുന്നത്. 70,364. അതിനെ എങ്ങനെയാ എഴുതുക? 70,364. അതിനെ വേഗം നിങ്ങളൊന്ന് നമ്പറിലാക്കി എഴുതിയേ. അതെങ്ങനെ ഉണ്ടാവും? ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇപ്പൊ നമ്മൾ സംഖ്യ പഠിച്ചിട്ട് അതിനെ വലുതാക്കി. ഇനി നമ്മൾ വലിയ നമ്പേഴ്സ് അല്ലെങ്കിൽ വേർഡ്സിൽ തന്നിട്ട് അതിന് ഇനി നമ്മൾ ചെറുതാക്കി സംഖ്യ ആക്കി എഴുതണം. മനസ്സിലായോ? രണ്ടും പഠിക്കണം. യെസ് ഹൃതിക്, ദാറ്റ്സ് കറക്റ്റ്. 70,364. ക്ലിയർ ആണോ എല്ലാവർക്കും? 70,364 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതുന്നത് നോക്കൂ. അങ്ങനെയാണ് എഴുതുക. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നോക്കൂ, ഇത് 70,000 ആണ് അല്ലെ? 70,000. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ 70,000 എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? അതൊരു 5 ഡിജിറ്റ് നമ്പർ ആണ്. ഇപ്പൊ ഇനി ഇവിടെ ഇതിന് പകരം 4,000 എന്നായിരുന്നു എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊരു 4 അക്ക സംഖ്യയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. പക്ഷെ 70,000 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ക്ലിയർ ആകണം, അതൊരു 5 ഡിജിറ്റ് ഉള്ള നമ്പറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബാക്കി നോക്കൂ. അപ്പൊ 70,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ 70 എന്ന് എഴുതി. 70 എന്ന് കാണുന്ന ഫസ്റ്റത്തെ വേർഡ് 70 എന്നുള്ളത് എഴുതി. ഇനി 300 എന്ന് പറയുമ്പോൾ നമ്മൾ 3 എഴുതി. 300 എന്ന് പറയുമ്പോൾ നമ്മൾ 3 എഴുതി. 64 എന്ന് പറയുമ്പോൾ നമ്മൾ 64 എന്ന് എഴുതി. അത്രേ ഉള്ളൂ. നോക്കൂ, 70 എന്ന് പറയുമ്പോൾ 70, 300 എന്ന് പറയുമ്പോൾ 3 എഴുതി, 64. ഇതിങ്ങനെ മാറ്റി എഴുതാൻ എളുപ്പമല്ലേ? വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം വേർഡിനെ നമ്പർ ആക്കി മാറ്റാനാണ്. അപ്പൊ അടുത്ത് നോക്കിയേ നിങ്ങൾ, 25,420. നോക്ക്, ഞാൻ ഇവിടെ എഴുതാം കേട്ടോ, നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. 25,420. ഇതിനെ നിങ്ങളൊന്ന് വേഗം നമ്പറിലേക്ക് ആക്കി എഴുതിയേ.
വേഗം. യെസ് യെസ്, ദാ ഒരുപാട് പേര് 70,364 കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്താ തോന്നണേ, ഈ ഭാഗല്ലേ കുറച്ചും കൂടി എളുപ്പം, ഇങ്ങനെ മാറ്റി എഴുതണതല്ലേ എളുപ്പം. യെസ്, ഷീബ, യെസ്, ഞാൻ വീണ്ടും പേര് ചോദിക്കുകയാണ്, എനിക്കറിയാം. ഹൃദിക്, ഗബ്രിയോ, അജിത, ഇവരെല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എല്ലാവരും ലെഫ്റ്റ് ആവാന്ന് പറയുന്നത്? നമുക്കൊരു 8 മിനിറ്റ് കൂടി ഉള്ളൂ ക്ലാസ്. ഇത്ര നേരം നമ്മൾ ഇരുന്നില്ലേ? യെസ്, ശ്രീനന്ദ, യെസ്. ഹൃദിക് കറക്റ്റ്. അവിനാഷ്, യെസ്. ഏതൻ കറക്റ്റ് ആണ്. എല്ലാവരും പറയുന്ന ആൻസർ കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. യെസ്, കൃഷി കുറെ നേരമായല്ലോ കണ്ടിട്ട്. യെസ്, അപ്പോ അതാണ് നമ്മള് വേർഡിനെ എന്താക്കി മാറ്റി എഴുതുന്നത്, ഡിജിറ്റ് ആക്കി മാറ്റി എഴുതുന്നത്. 24. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആലിയ, എല്ലാവരും പുതിയ ആൾക്കാരും എല്ലാവരും കമന്റ് ചെയ്യുന്നതാ. ഇപ്പൊ നമുക്ക് അങ്ങനെ പുതിയത് പഴയത് എന്നുള്ള വേർതിരിവൊന്നും ഇല്ലല്ലോ അല്ലെ. ഞാൻ ഇനി എന്തിനാ പുതിയെന്ന് പറയുന്നത്? എല്ലാവരും നമ്മുടെ ആൾക്കാരായി. എല്ലാവർക്കെങ്കിലും എന്തെങ്കിലും തിരക്കുണ്ടോ? വേഗം എന്താ പോവാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആൾക്കാര്. ഡ്രോൺ എല്ലാവരും പറയുന്നുണ്ട്. യെസ്, അപ്പൊ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? എങ്ങനെയാണ് വേർഡിനെ ഇതിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? യെസ്, ഏതൻ, ദാറ്റ്സ് കറക്റ്റ്. ഫാത്തിമ, അത് ശരിയാണ്, റൈറ്റ്. അഖില, യെസ്. റീന, യെസ്. യെസ്, ഡ്രോൺ, ഐ ഗോട്ട് യുവർ നെയിം. യെസ്, സേറ, ദാറ്റ്സ് കറക്റ്റ്. സോ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എങ്ങനെയാണ് ഒരു വേർഡിൽ തന്ന സാധനത്തിനെ ഡിജിറ്റ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതാൻ സംശയം ഉണ്ടോ? അപ്പൊ നിങ്ങൾ ഒന്ന് അടുത്തത് നോക്കി നോക്കിയേ. 1,05,505. അതൊന്ന് ചെയ്ത് നോക്കൂ. ആർക്കൊക്കെ അത് കിട്ടും നോക്കട്ടെ. ഞാനിവിടെ എഴുതി തരാം, കാണുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഇത് മാച്ചിട്ട് എഴുതാം നമുക്ക്. $1,05,505. 1 lakh. അപ്പൊ എത്ര ഡിജിറ്റ് ആണെന്ന് മനസ്സിലായല്ലോ? 5,000. 505. നോക്കൂ, ഇതില് 6 ഡിജിറ്റ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. യെസ്, ഡ്രോൺ കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ദാറ്റ്സ് കറക്റ്റ്. ഡ്രോൺ, യെസ്, 6 ഡിജിറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. യെസ്, ഹൃദിക് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ കാണുന്നുണ്ടല്ലോ സേറ. സേറയുടെ പേര് ഞാൻ വിളിച്ചിരുന്നു. യെസ് യെസ്, അപ്പോ 6 ഡിജിറ്റ് ഉണ്ട് അല്ലേ? എല്ലാവരും എന്താ അടിപൊളിയായിട്ട് നല്ല കുട്ടികളായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഞാൻ പറയണ്ടേ? ഞാൻ പറയണതിന് മുന്നേ എല്ലാവരും എന്താ നല്ല കുട്ടികളായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. എന്നാലും ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് വേഗം പറയാം. 1,05,000 എന്നാണല്ലേ വന്നേക്കണേ. യെസ്, ഗബ്രിയോ, അഖില, എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇതാ പെട്ടെന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഷീബ, വിഷ്ണു, യെസ്. സേറ, യെസ്, ദാറ്റ്സ് കറക്റ്റ്. ഷഹീറ, ദാറ്റ് ഇസ് ഫാത്തിമ, യെസ്. കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലും നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവും. നിങ്ങൾ നേരത്തെ ആൻസേഴ്സ് ഇപ്പോഴും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നെറ്റിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കും. യെസ് യെസ്, നീതു, ദാറ്റ് ഈസ്, നിങ്ങളുടെയൊക്കെ പേര് വിളിക്കുന്ന നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ഏതൻ, ദാറ്റ്സ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ വരുന്നത്? ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. ഇനി ആർക്കെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ. യെസ് യെസ്, ഹാദി, ദാറ്റ്സ് കറക്റ്റ്. കറക്റ്റ് ആണ്. അനിക, ശരണ്യ, യെസ്, എല്ലാവരും പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? 1 lakh. ഒന്നും നോക്കണ്ട, 1 എന്ന് എഴുതി. 1 lakh എന്ന് കണ്ടു, നമ്മൾ 1 എന്ന് എഴുതി. ഇനി 5,000 ആണല്ലേ? നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 6 ഡിജിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 2 ഡിജിറ്റ് 1000 എന്നുള്ള 55 ആണെങ്കിൽ നമുക്ക് 2 5 എഴുതായിരുന്നു. ഇവിടെ നമ്മൾ നേരെ ഒരു 5 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 505 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് 5 ഡിജിറ്റേ വന്നുള്ളൂ അല്ലെ? അപ്പൊ ഇതെങ്ങനെ ശരിയാവുക? 1 lakhൽ തുടങ്ങുന്ന സാധനത്തിന് ഇങ്ങനെ 5 ഡിജിറ്റ് വരിക. അപ്പൊ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഇവിടെ 5 അല്ലെങ്കിൽ 6, 7, 8, 9 അത്രയൊക്കെയുള്ള ഒറ്റ സംഖ്യകളാണെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മൾ ഒരു 0 ഇടണം. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റുന്നത്. മനസ്സിലായല്ലോ? 1 lakh എന്ന് കണ്ടപ്പോൾ നമ്മൾ നേരെ 1 എന്ന് എഴുതി. ഇനി ഇവിടെ കിടക്കുന്നത് ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയുള്ള
സംഖ്യകളാണെങ്കിൽ 9 വരെയല്ലേ ഒറ്റുള്ളൂ, 10 തൊട്ടാകുമ്പോൾ പിന്നെ 2 ഡിജിറ്റ് ആയല്ലോ. അപ്പൊ 9 വരെയുള്ള ഏതെങ്കിലും സംഖ്യയാണ് ഇവിടെ 1 2 3 4 5 6 7 8 9 ഇത് വരെയുള്ള ഏതെങ്കിലും ആണെങ്കിൽ ഉടനെ തന്നെ അവിടെ ഒരു 0 ഇട്ടിട്ട് വേണം ആ സംഖ്യ അവിടെ എഴുതാൻ. മനസ്സിലായല്ലോ? അപ്പോഴാണ് 1,05,000. പിന്നെ നമുക്കറിയാലോ 505. അപ്പൊ നോക്കിയേ 1 2 3 4 5 6 ഡിജിറ്റ് ശരിയായില്ലേ? ഓക്കെ, യെസ് ഓക്കെ. എല്ലാവർക്കും അപ്പൊ മനസ്സിലായിട്ടുണ്ട്. നാളെ ക്ലാസ് നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റി ആയിരിക്കും കേട്ടോ. നാളെ നമുക്ക് എന്തായാലും മാത്സ് പറ്റില്ലല്ലോ, നമ്മൾ ഇന്ന് മാത്സ് പഠിച്ചില്ലേ. നിങ്ങൾക്ക് മാത്സ് ഒരുപാട് ഇഷ്ടമാണ് എനിക്കറിയാം, എന്നാലും നമുക്ക് നാളെ മെന്റൽ എബിലിറ്റി ക്ലാസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കാരണം കുറേ നമ്മൾ പഠിച്ചു, 5 ഡിജിറ്റും 6 ഡിജിറ്റും 7 ഡിജിറ്റും 8 ഡിജിറ്റും, എന്നിട്ട് ഡിജിറ്റ്സിനെ നമ്പേഴ്സ് ആക്കുന്നതും നമ്മൾ പഠിച്ചു. മൊത്തം കുറച്ചധികമായിട്ട് ഇന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇത് മുഴുവനും പറയാണ്ട് അതിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എനിക്കും പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. യെസ് സാൽവിയ, ഐ ഗോട്ട് യുവർ നെയിം. ഞാൻ എവിടെന്നാ ക്ലാസ് എടുക്കുന്നതെന്നോ? എന്താ, നമ്മളൊരു സ്റ്റുഡിയോ ഇതിലാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ 8:28 ആയില്ലേ സമയം? എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയോ? നമുക്കിന്ന് കുറേ ആൾക്കാർ ഇതാ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ. യെസ്, ആരുടെ ബർത്ത്ഡേ നാളെയാണെന്ന് പറഞ്ഞല്ലോ? ഷീമ. ആരാണ് പേരും കൂടെ ഒന്ന് പറഞ്ഞോളൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. പേരും കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വിഷ് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് നാളെയും ക്ലാസ് ഉണ്ട്, അപ്പൊ നിങ്ങൾ നാളെയും കാണും, ഞാൻ നിങ്ങളെ നാളെ കാണില്ല. അപ്പൊ ബർത്ത്ഡേ ഉള്ള ആൾക്കാർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. എല്ലാവരും ഒന്ന് വിഷ് ചെയ്തോളൂ. ഷീമയാണ് പറഞ്ഞത്, പക്ഷെ പേര് കറക്റ്റ് പറഞ്ഞിട്ടില്ല. യെസ്, സായി നന്ദൻ. ഓക്കെ, എനിക്ക് വിട്ടുപോയതാണ് കേട്ടോ, സോറി. സായി നന്ദന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ എല്ലാവരും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സായി നന്ദന് പറഞ്ഞോളൂ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇത്രയധികം കാര്യങ്ങൾ പഠിച്ചു. നമുക്ക് പ്ലേസ് വാല്യൂയിലേക്ക് നമ്മൾ ഓടിപ്പോയി പ്ലേസ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഡിജിറ്റ്സിമ തന്നെ നിൽക്കുന്നത്. നമുക്ക് ഡിജിറ്റ്സ് 2 രീതിയിലും എഴുതാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂയിലേക്ക് പോകാൻ പറ്റുള്ളൂ. വർക്ക്ഷീറ്റ് ഞാൻ ആഡ് ചെയ്യാം. ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമ്പേഴ്സിനെ വേർഡ്സ് ആക്കുന്നതും വേർഡ്സിനെ നമ്പേഴ്സ് ആക്കുന്നതും ഒക്കെ ആഡ് ചെയ്തിട്ട്. യെസ്, വിനോജ് VP എന്ന് പറയുന്ന ആളുടെ കൂടി പേരൊന്ന് ഇട്ടോളൂ കേട്ടോ. യെസ് സായി നന്ദൻ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. യെസ്, ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. നമ്മുടെ സമയമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരും പേടിക്കണ്ട. എല്ലാവർക്കും ഉള്ള വർക്ക്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നോട്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരുന്ന് പഠിക്കണം. കുറച്ച് നാളും കൂടി ഉള്ളൂ നമുക്ക് സ്കൂൾ തുറക്കാൻ. അപ്പൊ എനിക്കറിയാം നിങ്ങൾക്ക് ഇനി കളിക്കാൻ കുറച്ച് സമയമുള്ളൂ എന്നുള്ളതിന്റെ ഒരു സങ്കടത്തിലൊക്കെ ആവും. എന്നാലും കുറച്ച് നേരം പഠിച്ചാൽ മതി. എപ്പോഴും ഇരുന്ന് പഠിക്കുന്നു വേണ്ട, എന്നാലും എല്ലാ ദിവസവും ഒരു കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നവോദയ സ്കൂൾസിന്റെ എല്ലാ ഇതും അറിയാലോ. അപ്പൊ അതിലേക്കൊക്കെ പോയാൽ നമുക്ക് പിന്നെ നല്ല സുഖമായി. അതുകൊണ്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയ ആൾക്കാരോടാണ് പറയുന്നത്, വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സസിന്റെ വീഡിയോസും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിന്റെ നമ്മൾ വീഡിയോ ഇടും, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുറെ ടിപ്സും ട്രിക്സും ഒക്കെ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും പിന്നെ എന്തിന്റെ സബ്സ്ട്രാക്ഷന്റെയും ഒക്കെ ട്രിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ എവ്രിവൺ, ബൈ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ഹോംവർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ വർക്ക്ഷീറ്റ് തരുന്നതായിരിക്കും കേട്ടോ. പുതിയ ആൾക്കാരോടാണ് ഹോംവർക്ക് ഒക്കെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. Okay, bye. Take care. Thank you.